ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സ് സെയിലിന് വന്നിട്ടുണ്ട്. മുയലുകൾ, ആഫ്രിക്കൻ ലവ് ബേർഡുകൾ, കൊനൂറ്, പപ്പീസ്, ഡോഗ്സ്. അപ്പോൾ എല്ലാവരും വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് പെറ്റ്സ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണാൻ ശ്രമിക്കുക. യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിരിക്കും ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ ഇതുപോലെ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫീമെയിലാണ്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 4 വയസ്സാണ് പ്രായം വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കായംകുളം ചാരുമൂടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 4500 രൂപയാണ് ചോദിക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡ് ഫീമെയിൽ 4 വയസ്സായത്. അടുത്ത് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഹസ്കിയുടെ 5 മാസം പ്രായമായ മെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 15000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹസ്കിയുടെ മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 5 മാസമാണ്. ലൊക്കേഷൻ എറണാകുളം. റേറ്റ് ചോദിക്കുന്നത് 15000 ആണ്. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി ബ്രീഡർ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മുയലുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ക്യൂട്ട് മുയലുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 5 മാസമായതുകൊണ്ട് 6 മാസമായതുകൊണ്ട് മൊത്തം 11 പീസോളം കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് വരുന്നത് 250 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. പീസ് റേറ്റ് 250 രൂപ. മുയലുകൾ 5 മാസമായതും 6 മാസമായതുണ്ട് 11 ഉണ്ട്. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ആഫ്രിക്കൻ ലവ് ബേർഡുകളാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് വന്നിരിക്കുന്ന പേര് ഡബിൾ ഫാക്ടർ വയലറ്റ് മാസ്കിൻ്റെ അഡൾട്ട് പെയറാണ് വന്നിരിക്കുന്നത്. വിത്ത് DNA ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബേഡ്സാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് വന്നത് 5000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അടുത്ത് വന്നിരിക്കുന്ന പെയർ എന്ന് പറയുന്നത് ഡബിൾ ഫാക്ടർ വയലറ്റ് മാസ്കും അതേപോലെ കൊബാൾട്ട് മാസ്കാണ് പെയർ വന്നിരിക്കുന്നത്. അഡൾട്ട് പെയറാണ് വന്നിരിക്കുന്നത്. ഇത് വിത്ത് DNA അല്ല, ബോൺ ചെക്കാണ് പറയുന്നത്. ഇതിന് പ്രൈസ് പറയുന്നത് 4500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ എല്ലാ ബേഡ്സിൻ്റെയും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്രീഡറെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇതെല്ലാം വന്നിരിക്കുന്നത് ഹോം ബ്രീഡാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ബേഡ്സാണ് വന്നിരിക്കുന്നത്. അത് കാരണം നിങ്ങൾക്ക് എടുത്ത് വളർത്താവുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്നത് അഡൾട്ട് പെയർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫിഷറാണ് വന്നിരിക്കുന്നത്. ബ്ലൂ ഫിഷറും അതേപോലെ തന്നെ വൈലറ്റ് ഫിഷറാണ് വന്നിരിക്കുന്നത്. പെയറാണ് വന്നിരിക്കുന്നത്. വിത്ത് DNA ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4800 രൂപയാണ് ചോദിക്കുന്നത്. ബ്ലൂ ഫിഷറും വയലറ്റ് ഫിഷറും അഡൾട്ട് പെയർ വിത്ത് DNA 4800 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അടുത്ത് വന്നിരിക്കുന്നത് പെയർ എന്ന് പറയുന്നത് യെല്ലോ ബുള്ള് ആൻഡ് ഗ്രീൻ ഫിഷറാണ് വന്നിരിക്കുന്നത്. അഡൾട്ട് പെയറാണ് വന്നിരിക്കുന്നത്. വിത്ത് DNA ഉള്ളതാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 3800 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബേഡുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ബൾക്കായിട്ട് ആഫ്രിക്കൻ ലവ് ബേഡുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് എടുക്കാവുന്നതാണ്. എല്ലാം അഡൾട്ട് പെയറുകളാണ് വന്നിരിക്കുന്നത്. വിത്ത് DNA ആണ് വന്നിരിക്കുന്നത്. 3800. പ്രൈസ് നെഗോഷ്യബിൾ ആണ് എല്ലാത്തിൻ്റെയും. അടുത്ത് വന്നിരിക്കുന്നത് അഡൾട്ട് പെയർ എന്ന് പറയുന്നത് യെല്ലോ ബുള്ളു ആൻഡ് യെല്ലോ ഫിഷറാണ് വന്നിരിക്കുന്നത്. വിത്ത് DNA ഉള്ള പെയറാണ് വന്നിരിക്കുന്നത്. അഡൾട്ട് പെയർ. ഇതിനും ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 3800 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ബേഡുകളൊക്കെ ബ്രീഡിങ് പർപ്പസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. അഡൾട്ട് പെയറുകളാണ് വന്നിരിക്കുന്നത്. വിത്ത് DNA ഉള്ളതുണ്ട്. ഹോം ബ്രീഡ് ബേഡ്സാണ് എല്ലാതും വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ജാൻഡെ കൊനൂറാണ് വന്നിരിക്കുന്നത്. റെഡ് ഫാക്ടർ. അപ്പോൾ റെഡി ടു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. വിത്ത് DNA ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 35000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ആഫ്രിക്കൻ ലവ് ബേർഡും കൊനൂറിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ്. ഹോം ബ്രീഡുകളാണ് വന്നിരിക്കുന്നത്. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിന് വന്നിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. നാടൻ പ്രാവുകളുണ്ട്, അതേപോലെ ക്രോസ് പ്രാവുകളുണ്ട്. ഇതിന് ബ്രീഡിംഗ് പെയറുകളുണ്ട്, ചിക്സ് ഉണ്ട്. ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്നത് 500 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ ചിക്സിന് പെയർ റേറ്റ് 300 രൂപയാണ് ചോദിക്കുന്നത്.
ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലമാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ഗപ്പികളാണ് വന്നിരിക്കുന്നത്. 3 വെറൈറ്റി ഗപ്പികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ഹെഡ് സാന്റാക്ലോസ് ഗപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പെയറിന് ചോദിക്കുന്ന റേറ്റ് 150 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ്. അപ്പോൾ 2 പെയർ എടുക്കണമെങ്കിൽ 1 പെയർ ഫ്രീ ആണ്. അപ്പോൾ 3 പെയറും കൂടി 300 രൂപ വരുന്നുള്ളൂ. അടുത്ത വന്നിരിക്കുന്നത് HB ബ്ലൂ ആണ്. ഇതിൻ്റെയും പെയർ റേറ്റ് വരുന്നത് 150 രൂപയാണ്. 2 പെയർ എടുക്കുമ്പോൾ 1 പെയർ ഫ്രീ. അപ്പോൾ മൊത്തം 3 പെയറിന് 300 രൂപ. അപ്പോൾ ഇതേപോലെ ഗപ്പികളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. നമ്മൾ ഇതേപോലെ സെയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗപ്പികളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ്. ബൾക്ക് എടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്ത് വന്നിരിക്കുന്നത് സിസേഴ്സ് ഗപ്പിയാണ് വന്നിരിക്കുന്നത്. റയർ ഓറഞ്ച്. ഇതിനും പെയർ റേറ്റ് വരുന്നത് 150 രൂപയാണ്. 2 പെയർ എടുക്കുമ്പോൾ 1 പെയർ ഫ്രീ. അപ്പോൾ ഗപ്പികളിലൊക്കെ വീഡിയോസ് സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് പെറ്റ്സ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പാലക്കാട് നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. രാജപാളയത്തിൻ്റെ മെയിലാണ്. ഇതിൻ്റെ പ്രായം വരുന്നത് 1 വയസ്സും 7 മാസമാണ്. ലൊക്കേഷൻ പാലക്കാട്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ് ചോദിക്കുന്നത്. നല്ല അടിപൊളി രാജപാളയത്തിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത്. എട്ടാമതായിട്ട് നമുക്ക് പ്രാവുകളാണ് വന്നിരിക്കുന്നത്. ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലൊരെണ്ണം വന്നിരിക്കുന്നത് ജർമ്മൻ ഡബിൾ ക്രസ്റ്റും അതേപോലെ തന്നെ ഒരു ഹംഗേറിയൻ മിക്സാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബേഡുകളാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയറാണ്. 2 പ്രാവശ്യം ചിക്സ് ഇറങ്ങിയതാണ്. ചിക്സ് കിട്ടിയത് റെഡ് സ്പ്ലാഷാണ് കിട്ടിയത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1500 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഒരെണ്ണം ജർമ്മൻ ഡബിൾ ക്രസ്റ്റും ഒരെണ്ണം ഹംഗേറിയൻ മിക്സും. ഇതിൽ നിന്ന് കുട്ടികൾ ഇറങ്ങിയത് റെഡ് സ്പ്ലാഷാണ്. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബേഡുകളാണ്. നല്ല ബൂട്ട് ക്വാളിറ്റിയും അതേപോലെ ക്യാപ്പ് ക്വാളിറ്റിയുള്ള ബേഡ്സാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് പോട്ടയിൽ നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പ്രാവുകൾ ഇവിടെ സെയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ബർപ്പനാണ്. ബർപ്പൻ്റെ ബ്രീഡിംഗ് പെയർ വന്നിരിക്കുന്നത് പെയർ റേറ്റ് 800 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ബർപ്പൻസ് കൊടുക്കാനുണ്ട്. നല്ല ക്വാളിറ്റി ബൂട്ട് ക്വാളിറ്റിയും ക്യാപ്പ് ക്വാളിറ്റിയുള്ള ബർപ്പൻസ് കൊടുക്കാനുണ്ട്. ബ്രീഡിംഗ് പെയറുകൾ കൊടുക്കാനുണ്ട്. ചിക്സുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ പെയർ റേറ്റ് 800 രൂപയാണ് ബർപ്പൻ്റെ ബ്രീഡിംഗ് പെയറിന് വരുന്നത്. അതുപോലെ ഫാൻറ്റെയിൽസ് കൊടുക്കാനുണ്ട്. പല കളറിലുള്ള ഫാൻറ്റെയിൽസ് നല്ല ക്വാളിറ്റി ഉള്ള ഫാൻറ്റെയിൽസ് കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 500 രൂപയാണ് ഫാൻറ്റെയിൽസിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടെയിൽ ക്വാളിറ്റിയും അതുപോലെ പല പല കളേഴ്സിലുള്ള വ്യത്യസ്തമായ കളേഴ്സിലുള്ള ഫാൻറ്റെയിൽസ് കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 500 രൂപ. ബ്രീഡിംഗ് പെയറുകൾ 1000 രൂപയാണ് പെയർ റേറ്റ് വരുന്നത്. അപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ബ്രീഡറെ വിളിച്ച് ചോദിക്കാനാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒരുപാട് പേര് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. ഫാൻറ്റെയിൽസ് പീസ് റേറ്റ് 500 രൂപയാണ് വരുന്നത്. നല്ല അടിപൊളി ടൈൽ ക്വാളിറ്റിയുള്ള ഫാൻറ്റെയിൽസാണ്. അഡൽട്ട് പീസുകളാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 500. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് പോട്ട. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ബോക്സറിൻ്റെ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. 2 മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് അമ്പലവയൽ വയനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ് ചോദിക്കുന്നത്. ബോക്സറിൻ്റെ 2 മെയിൽ പപ്പീസ്. നല്ല മാർക്കിങ് നല്ല കളർ കോമ്പിനേഷൻ വന്ന പപ്പീസാണ് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് 10,000 രൂപയാണ് വരുന്നത്. മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. അടുത്ത നമുക്ക് മലപ്പുറത്തു നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. റോട്ടിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 15,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. റോട്ടിൻ്റെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയാണ് വന്നിരിക്കുന്നത്. മലപ്പുറമാണ് പ്ലേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രീഡറുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ടതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെഡ് പപ്പിയാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് പഗ്ഗിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്.
ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 12,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പഗ്ഗിൻ്റെ പപ്പി. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് മാക്സിമം ഫ്രണ്ട്സിലേക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.